ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബുള്ളിയൻ സ്റ്റിച്ച് എങ്ങനെ നമുക്ക് ചെയ്ത് പഠിക്കാം എന്നുള്ളതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാ രണ്ട് വര ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ആ വരയുടെ മുകളിൽ താഴെ കൂടി എടുത്ത് മുകളിലേക്ക് സൂചിയെ കുത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴത്ത് കൂടെ നമ്മൾ കുത്തി വലിച്ചിട്ട് ആ ഒരു പോയിന്റിലേക്ക് തന്നെ ചുറ്റിയിട്ട് ആദ്യമായിട്ട് ഞാനൊരു 6 ചുറ്റാണ് ചുറ്റിയെടുക്കാൻ പോകുന്നത്. ആ ചുറ്റിയെടുത്തതിന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നൂലൊന്നും ഇങ്ങനെ ലൂസാക്കി കൊടുത്തിട്ട് ഇതൊന്ന് വലിച്ചെടുക്കാം. ഇത് സൂചി കുത്തുമ്പോൾ നമ്മൾ ഇതിനോട് ചാരിയിട്ട് തന്നെ അടിയിൽ കൂടെ തന്നെ കുത്തിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇത് റോസിൻ്റെ ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അതാദ്യം ചെയ്തതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുക്കാം. ഇത് നമ്മൾ സൂചിയിൽ 6 ചുറ്റാണ് ചുറ്റിയെടുക്കേണ്ടത്. ഇതുപോലെ ചുറ്റിയിട്ട് നൂലൊന്ന് ലൂസാക്കി പിടിച്ചിട്ട് അതൊന്ന് സൂചി അതിൻ്റെ നേരെ താഴേക്ക് തന്നെ കുത്തി വലിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ റോസിൻ്റെ ഒക്കെ ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ 2 ബുള്ളിയൻ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യം കുത്തിയെടുത്തതിൻ്റെ നേരെ തന്നെ നമ്മൾ അടുത്തതും കുത്തി വലിക്കണം. ഇനി നമ്മൾ ഇതിന് ചുറ്റാൻ പോകുന്നത് 10 ചുറ്റാണ്. ആ 10 ചുറ്റ് ചുറ്റിയെടുക്കാം. നൂല് ചുറ്റുമ്പോൾ അധികം ടൈറ്റ് ആവാനും പാടില്ല, അധികം ലൂസാവാനും പാടില്ല കേട്ടോ. അത് കറക്റ്റിൽ ചുറ്റിയെടുക്കണം. അപ്പോൾ മറ്റേത് ചെയ്ത പോലെ തന്നെ ഇതും ഇതിനോട് ചാരി താഴേക്ക് വലിക്കണം. ഇവിടെ കണ്ടില്ലേ, ഏകദേശം റോസിൻ്റെ ഷേപ്പായി വരുന്നുണ്ട്. ഇനി നമ്മൾ മൂന്നാമത് ചെയ്ത ആ ബുള്ളിയൻ സ്റ്റിച്ചിൻ്റെ പിന്നെ അതിനോട് ചാരിയിട്ട് തന്നെ നമ്മൾ സൂചി ഒന്ന് മേലേക്ക് കുത്തി വലിക്കണം. പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ പകുതിയിൽ നിന്ന് നമ്മൾ സൂചി മുകളിലേക്ക് കുത്തി വലിക്കുക. എന്നിട്ട് അതിനും നമ്മൾ 10 ചുറ്റാണ് ചുറ്റിയെടുക്കുന്നത്. നമ്മൾ ഈ ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് കട്ടിയുള്ള സൂചി എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ സൂചി എടുക്കരുത്. നമ്മൾ നൂല് ചുറ്റി വലിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കെട്ട് കൊടുങ്ങാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് കുറച്ച് വലിയ സൂചി വേണം എടുക്കാൻ. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് കണ്ടു നോക്കിയാൽ തന്നെ മനസ്സിലാവും കേട്ടോ. ഞാൻ സ്പീഡിലൊന്നും ചെയ്ത് കാണിക്കുന്നില്ല, മറ്റേ സ്ലോ ആയിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്കൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഏകദേശം ഒക്കെ റോസിൻ്റെ ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ റൗണ്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അടുത്തതായിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുന്നത് 12 ചുറ്റാണ്. സൂചിയിൽ നമ്മൾ 12 ചുറ്റി കൊടുക്കണം. ചുറ്റി കൊടുക്കുമ്പോൾ പറ്റ ടൈറ്റായി പോവുകയും ചെയ്യരുത്, അധികം ലൂസാവുകയും ചെയ്യരുത് കേട്ടോ. നൂല് വലിക്കുമ്പോൾ തന്നെ നമ്മൾ ആ താഴെയുള്ള നൂലിൽ നമ്മളിങ്ങനെ തിരിച്ച് കൊടുത്ത് ടൈറ്റാക്കണം. ടൈറ്റാക്കിയതിന് ശേഷം സൂചി താഴേക്ക് വലിച്ചിറക്കാം. അപ്പോൾ റോസിൻ്റെ ഇതളുകളൊക്കെ ഏകദേശമൊക്കെ പൊന്തി നിൽക്കണം മാറില്ലേ. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് മൂന്നാമത്തെ റൗണ്ടാണ് കേട്ടോ. ഇനിയുള്ള റൗണ്ടിൽ ഫുള്ളും 12 ചുറ്റാണ് നമ്മൾ ചുറ്റി കൊടുക്കേണ്ടത്.
നമ്മൾ അവസാനിക്കുന്ന ഭാഗത്ത് തന്നെ വേണം കേട്ടോ സൂചി കുത്തി വലിക്കാൻ. പന്ത്രണ്ട് ചുറ്റി കൊടുക്കുക. ഇതുപോലെ നമുക്ക് കുറേ സ്റ്റിച്ചുകളുണ്ട് കേട്ടോ. ഹെറിംഗ് ബോൺ സ്റ്റിച്ച്, ഡബിൾ ഹെറിംഗ് ബോൺ, അതുപോലെ തന്നെ പിന്നെ ലേസി ഡേസി, ഡബിൾ ലേസി ഡേസി, ചെയിൻ സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച്, കുറേ സ്റ്റിച്ചുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട്, പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും ഒന്നും മറക്കരുത്. നമ്മൾ ഈ ഒരു സ്റ്റിച്ചൊക്കെ ഫസ്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്കിത് ഭയങ്കര പ്രയാസമായിരിക്കും കേട്ടോ. പക്ഷേ നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല. നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഈ ബുള്ളൻ സ്റ്റിച്ച് എനിക്ക് ടീച്ചർ പഠിപ്പിച്ചു തന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇത് എങ്ങനെ പഠിക്കുമെന്ന്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അത്രയ്ക്കും എളുപ്പമാണ്. ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോ കണ്ടൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുകയും വേണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനിയുള്ള റൗണ്ടൊക്കെ നമ്മൾ 12 ചുറ്റിലാണ് കേട്ടോ ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 3 റോസും ബാക്കിയുള്ള 2 റോസും ഇതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്തെടുത്തത്. ഇതല്ലേ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം.